കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന ആരായാലും എ ബി സി, എയും ബിയും സിയും അല്ലാതെ നാലാമതൊരാൾ ഡി ആണെങ്കിൽ ആ ഡിയെയും അംഗീകരിക്കും. അത് മുന്നണിയുടെ പൊതുമര്യാദയാണ്, പൊതുരാഷ്ട്രീയ മര്യാദയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഘടകപാർട്ടികളുടെ കൂടി അഭിപ്രായം അല്ലെങ്കിൽ ആ ഘടകപാർട്ടികളുമായി കൂടി ആലോചന നടത്തിയ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഘടകപാർട്ടികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള നിലപാട് പരിശോധിക്കും. അവരുടെ ഇതിന്റെ എല്ലാം കൂടി ചേർത്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ഞാൻ ആവർത്തിച്ച് പറയുന്നു. ടോട്ടൽ അബ്സല്യൂട്ട് അതോറിറ്റി, അൺഫെറ്റേഡ് അതോറിറ്റി, അപ്രതിരോധ്യമായിട്ടുള്ള അവകാശം, പൂർണ്ണ അവകാശം കോൺഗ്രസിനാണ്, കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ്. ആ തീരുമാനം എന്തായാലും RSP അച്ചടക്കമുള്ള ഒരു മുന്നണിയിലെ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ RSP അത് ഉൾക്കൊള്ളും, അംഗീകരിക്കും. പക്ഷെ ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ കാഴ്ചപ്പാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമായ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഈ ഘടകകക്ഷികൾ വെച്ച ആ ഒരു പേര് അല്ലെങ്കിൽ ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ച അഭിപ്രായം അതിന് വിരുദ്ധമാണെങ്കിൽ സ്വാഭാവികമായും അക്കാര്യത്തോടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇല്ല, മറ്റുള്ളവരൊക്കെ ഏത് പേരാണ് പറഞ്ഞത്? ഞങ്ങൾ ഒരു പേരും പറഞ്ഞിട്ടില്ല. RSPയെ സംബന്ധിച്ച് ഞാൻ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ എ ബി ഓർ സി എന്ന ഒരു പേരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോസ്റ്റ് റിസൾട്ട് സിനാരിയോ, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചു, പ്രോസും കോൺസും പറഞ്ഞു. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു സമവായത്തിന്റെ അനിവാര്യതയുടെ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞതിൽ നിന്നും വിശദീകരിച്ചതിൽ നിന്നും അവർക്ക് നല്ലതുപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. RSPയുടെ നിലപാട് എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സമാന സ്വഭാവത്തിൽ തന്നെയാണ് മിക്കവാറും എല്ലാവരും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓരോ ഓപ്ഷൻസിനെ സംബന്ധിച്ചുമുള്ള ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും വ്യക്തിഗതമായിരുന്നില്ല. ഞങ്ങൾ RSPയെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. ക്ലിയർ 100. ഇത് വ്യക്തിയല്ല, രാഷ്ട്രീയം തന്നെയാണ് പ്രധാനം. ആ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്കൊരഭിപ്രായമുണ്ട്. ഈ 10 ദിവസം, ഞാൻ ആവർത്തിച്ചു പറയുന്നു, 10 വർഷത്തെ ദുർഭരണത്തിന്റെ ചെയ്തികൾ, അതുപോലെ CPM നേരിടുന്ന സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രതിസന്ധി, ഇത് രണ്ടും, അതുപോലെ ഈ കാലയളവിൽ നടന്ന അഴിമതി നിങ്ങൾ ഇന്നലെ കണ്ടു. 112 കോടി രൂപയാണ് ടെൻഡർ പോലും വിളിക്കാതെ അവിടെ തൊടുപുഴയിൽ ഒരു വർക്ക് മന്ത്രി മുൻകൈ എടുത്തുകൊണ്ട്, റോഷി അഗസ്റ്റിൻ മുൻകൈ എടുത്ത് എവിടെയെങ്കിലും ചർച്ചയുണ്ടോ? സമാന സ്വഭാവത്തിൽ എത്ര അഴിമതികൾ മറനീക്കി പുറത്തു വരാൻ വേണ്ടി പോകുന്നു. ചട്ടവും നിയമവും എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടാണ് ഈ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള മുഴുവൻ കരാറുകളും. ആ കരാറുകൾ മുഴുവൻ വിശദമായി പരിശോധിച്ചു നോക്കിയാൽ 100 കണക്കിന് കേസുകൾ മുൻ ഗവൺമെന്റിനെതിരായി എടുക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായി തീരും. അതൊക്കെ ചർച്ച ചെയ്യേണ്ടുന്നതിന് പകരം നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതിനെ സംബന്ധിച്ച് 10 ദിവസം തലനാരിഴ കീറി തലങ്ങും വിലങ്ങും ചർച്ച ചെയ്തു എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPMന്റെ നേതൃത്വത്തിലുള്ള LDF ദുർഭരണത്തെയും ഒന്നുകൂടി പൊതുസമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്ന രാഷ്ട്രീയ നഷ്ടമാണ് ഇതിന്റെ ഭാഗമായി നമുക്കുണ്ടായിട്ടുള്ളത് എന്നൊരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതില് ഭരണപരമായ പ്രതിസന്ധി ഇല്ല എന്ന് പറയുമ്പോൾ SSLC ഫലപ്രഖ്യാപനം അടക്കമുള്ള വിഷയങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഒരു കൃത്യമായ നിലപാടെടുക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഭാവത്തിൽ കഴിയുന്നില്ല എന്ന് അവർ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായി അത്തരത്തിലുള്ള ഒരു ഭരണ പ്രതിസന്ധി നിലവിൽ സർക്കാരില്ലാത്ത ഇപ്പൊ സർക്കാരുണ്ട്. കെയർടേക്കർ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുള്ളൂ. ദൈനംദിന ഭരണനിർവഹണ പ്രക്രിയയ്ക്ക് ഒരു തടസ്സവുമില്ല. SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിന് എന്ത് നടപടി സ്വീകരിക്കാനും ഇന്ന് ഗവൺമെന്റിന്, മന്ത്രി ശ്രീ V ശിവൻകുട്ടിക്കും മുഖ്യമന്ത്രിക്കും അധികാരമുണ്ട്, അവകാശമുണ്ട്. അവരത് നിർവഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഒരു കെയർടേക്കർ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പുതിയ നയങ്ങൾ പ്രഖ്യാപിക്കാനോ തീരുമാനമെടുക്കാനോ പ്രാവർത്തികമാക്കാനോ ഉള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം അവർക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം ദൈനംദിന ഭരണരംഗത്ത് പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതല്ല. അതുകൊണ്ട് ഭരണപരമായ പ്രതിസന്ധി ഉണ്ട് എന്ന വാദത്തോട് യോജിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, രാഷ്ട്രീയമായ അനിശ്ചിതത്വം ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കാകെ
ശാശ്വതമായ പരിഹാരമുണ്ടാകും. ഒരു നല്ല ടേക്ക് ഓഫ് UDFന്റെ തിളക്കമാർന്ന വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റിന്റെ ടേക്ക് ഓഫിനുള്ള സമയമായി. അത് ഭംഗിയായി നിർവഹിക്കാൻ പര്യാപ്തമായ സാഹചര്യം കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ചും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ആവർത്തിച്ച് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്.